ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇഫ്താർ വ്ളോഗാണ്. ഒരുപാട് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള റെസിപ്പി എന്ന് പറയുമ്പം ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സാൻഡ്വിച്ച് ആയിരിക്കും ക്ലബ് സാൻഡ്വിച്ച്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം, പിന്നെ ബാക്കിയുള്ള റെസിപ്പീസും കാണാം. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ക്ലബ് സാൻഡ്വിച്ചിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാൻ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തിന്നാക്കിയിട്ടൊന്ന്, ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ തിന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഗരം മസാല പൗഡറും പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അടുത്ത് ഏലക്ക, കറുവപ്പട്ട അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ചിക്കന് വൈറ്റ് കളറിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കണ്ട. ചിക്കന് പക്ഷേ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കും വേണം. ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കും വേണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, വിനാഗിരി ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വേവട്ടെ, നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ചധികം മയോനൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മയോനൈസ് നിർബന്ധം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലബ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ തന്നെ മയോനൈസിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക കൂടുതലായിട്ടും. അപ്പോൾ കുറച്ചധികം മയോനൈസ് ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് തൈര്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്, അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂൺ ചേർത്തു. പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതി. പിന്നെ ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി. ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഗാർലിക് മയോനൈസ് ആണെങ്കിൽ വെളുത്തുള്ളി ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ മുകളിൽ സോസ് ആക്കിയിട്ടും വേണം. പിന്നെ അതുപോലെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനും വേണം. അപ്പോൾ ഞാനിത് 2 ബൗളിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. നല്ല കട്ടിയിൽ തന്നെ വേണം കേട്ടോ. ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകും. അപ്പോൾ 2 ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു ബൗളിൽ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ മാറും. അപ്പോൾ ഈ ഒരു കളറിൽ വരും. അതുപോലെ മറ്റേ ബൗളിലേക്ക് ഞാൻ കുറച്ചുകൂടെ മയോനൈസ് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുള്ള മയോനൈസ് എടുത്തിട്ടുള്ളത്. മറ്റേത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കവിടെ മാറ്റി വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിങ്ങനെ വൈറ്റ് കളറിൽ വേണം, എന്നാൽ നല്ല ചിക്കൻ ഫ്ലേവർഫുൾ ആയിരിക്കും വേണം. പിന്നെ ഞാൻ ഈ മൊത്തം ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് എടുക്കുന്നില്ല കേട്ടോ. കുറച്ചധികം ഞാൻ വേവിച്ച് വെച്ചെന്നേ ഉള്ളൂ. നമ്മൾ ഒരു തവണ വേവിക്കുമ്പം കുറച്ചധികം വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും ഇതിങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ സമയത്ത് തന്നെ എല്ലാം കൂടി വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയ ശേഷം വേണം ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ. ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഇല്ലാണ്ട്, വെള്ളത്തോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക, വല്ലാണ്ട് പേസ്റ്റ് ആക്കരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചിക്കൻ പിച്ചി പിച്ചി ഇട്ട പോലെ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കത്തി കൊണ്ട് ഒന്ന് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ആണ് ചെയ്യേണ്ടത് കേട്ടോ. വല്ലാണ്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ 2 തവണ ആയിട്ടാണ് ഞാനിത് ഒന്ന് ആക്കിയെടുക്കുന്നത്. ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ അത്. അപ്പോൾ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോനൈസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തതല്ല, അത് ചേർക്കാത്ത വൈറ്റ് കളറിലുള്ള ഗാർലിക്കും തൈരൊക്കെ ചേർത്തിട്ടുള്ള മയോനൈസ്, നല്ല തിക്കായിട്ടുള്ള മയോനൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത്, ഈ ബ്രെഡിൻ്റെ അകത്ത് നമ്മൾ സ്പ്രെഡിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേറെ നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കുന്നില്ല.
അപ്പം നമ്മൾ വിചാരിക്കും, കഴിക്കുന്ന സമയത്ത് വിചാരിക്കും ചിക്കന് ഉണ്ടോയെന്നൊക്കെ നമ്മൾക്ക് തോന്നും. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ് ബ്രെഡിൻ്റെ മുകളിൽ കേട്ടോ. ഇനി ഒരു ഫ്രൈങ് പാൻ എടുത്താലും മതി, അല്ലെങ്കിൽ ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ ഗ്രിൽ പാൻ എടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഡബിൾ സൈഡ് ഗ്രിൽ പാനാണുള്ളത്. അപ്പം ഞാൻ ഈ ഒരു വശത്താണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഗ്രിൽ പാൻ വേണമെന്നൊന്നുമില്ല, ഒരു ഭംഗി, ഒരു ലൈനായിട്ട് വരാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പം ഈ ക്ലബ് സാൻഡ്വിച്ചിലേക്ക് നമുക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കും വേണം. അപ്പോൾ ഞാൻ 2 മുട്ട കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ സാധാ ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചിട്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മറ്റേ സൈഡിലും ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ സൈഡ് ഗ്രിൽ പാൻ ആകുമ്പോൾ നമുക്കത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണ്ട, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ബ്രെഡിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും, അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പം 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 2 ക്ലബ് സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും 6 ബ്രെഡ് കൊണ്ട്. ഒരു ക്ലബ് സാൻഡ്വിച്ച് നമുക്ക് 3 ബ്രെഡ് വേണം. അപ്പോൾ അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ വേണം കേട്ടോ. ചെറിയ ബ്രെഡ് കൊണ്ട് നമുക്ക് കുഞ്ഞതായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം ബ്രെഡ് ഒരു വശം മാത്രം ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. വല്ലാണ്ട് കളർ മാറണ്ട, ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ 2 ബ്രെഡ് വെച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് ഫ്രൈങ് പാനിലാണെങ്കിലും ചെറുതായിട്ട് അടിവശത്ത് മാത്രം നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക, അകത്ത് ചൂടാക്കണ്ട കേട്ടോ. അപ്പം ബ്രെഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസിൻ്റെ സ്ലൈസ് വേണം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല. അപ്പോൾ ഞാനെന്താ ഇങ്ങനെ 3 ബ്രെഡ് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 3ലും കൂടി ഒരുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മുടെ മയോണൈസിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്തു. ടൊമാറ്റോ കെച്ചപ്പുള്ള മയോണൈസിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്തു. അതിൻ്റെ മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി. 3 കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് എളുപ്പമാവും, ഓരോന്നോരോന്നും സെപ്പറേറ്റ് ആക്കണ്ടല്ലോ. ഇനി ഞാൻ മിഡിൽ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും മയോണൈസും കൂടിയുള്ള മിക്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ, റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ ഇത്രയൊന്നും ചിക്കൻ വെക്കൂല കേട്ടോ. ഞാൻ അത്യാവശ്യം ചിക്കൻ വെച്ചിട്ടുണ്ട്, നല്ലൊരു ലെയറായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലെറ്റൂസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ഓംലെറ്റ്, നമ്മളുണ്ടാക്കിയ ഓംലെറ്റ് ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നെ ചീസിൻ്റെ സ്ലൈസും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് നേരെ നമ്മൾ ചിക്കൻ്റെ ആ ഒരു ബ്രെഡിൻ്റെ ലെയറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നേരെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, അത് തിരിച്ച് വെച്ച് കൊടുക്കണ്ട. ലാസ്റ്റത്തെ ബ്രെഡ് തിരിച്ച് വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് കാണിച്ചു. അതായത് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് വേണം എല്ലാ പരിപാടികളും ചെയ്യാൻ കേട്ടോ, അത് മറന്നുപോയി. ഓക്കെ, അപ്പോൾ പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം തന്നെ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സാൻഡ്വിച്ചും ഞാനിതാ ഇതുപോലെ ചെയ്തെടുക്കുവാണ്. ഞാൻ പിന്നെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യാണ്ട് തന്നെ രണ്ടാമത്തതും ഉണ്ടാക്കിയത്. ഒരെണ്ണം സൈഡ് കട്ട് ചെയ്തു, പിന്നെ രണ്ടാമത്തെ സൈഡ് കട്ട് ചെയ്തില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അതാ ഞാൻ ഗ്രിൽ പാനിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കുറേ നേരം വെച്ചിട്ട് ഇതാക്കിയെങ്കിൽ ബ്രെഡാണ് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവും. അപ്പം 2 ബ്രെഡും 2 സാൻഡ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചീസ് മെൽറ്റ് ചെയ്യാനൊന്നും നോക്കണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് 2 വശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പുറത്ത് പോയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സാൻഡ്വിച്ച് ആയിരിക്കും ക്ലബ് സാൻഡ്വിച്ച്. അതുപോലെ നമുക്ക് വീട്ടിൽ സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. മയോണൈസ് ഉണ്ടാവണം കേട്ടോ. മയോണൈസാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇഫ്താർ മീൽ, ഈ ക്ലബ് സാൻഡ്വിച്ച് കൂടാണ്ട് ബാക്കിയുള്ള എല്ലാ റെസിപ്പീസും അധികം ഓയിലൊന്നും ഇല്ലാത്ത നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഫ്താർ മീലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയ ഡ്രിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം.
ഞാനിത് മുമ്പ് കഴിഞ്ഞ നോമ്പിന് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്കായിരുന്നു. ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ചെറുനാരങ്ങ പുളിക്കനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് അത് ചേർത്ത് കൊടുക്കുക. കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് പഞ്ചസാര സിറപ്പാണ്. പഞ്ചസാര കുറച്ച് വെള്ളത്തിലൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് പഞ്ചസാര അലിയിച്ചെടുക്കുക. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ക്യാരറ്റ് ജ്യൂസാണ്. അതായത് ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുക. എന്നിട്ട് അത് അരിപ്പയിലൂടെ അരിച്ചിട്ട് ആ നീര് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു കളറും ആ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസും കിട്ടും. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലൊരു ക്യാരറ്റ് ലൈം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയുള്ള കളറിൽ നല്ല ടേസ്റ്റിയുള്ള ഒരു ഡ്രിങ്ക് ആയിരിക്കും. ഞാൻ ഈ ഒരു ഡ്രിങ്ക് കഴിഞ്ഞ നോമ്പിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് പേർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ക്യാരറ്റിൻ്റെ ടേസ്റ്റ് വരില്ല, എന്നാൽ എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു കളറിലായിരിക്കും കിട്ടുക നമ്മുടെ നാരങ്ങ വെള്ളം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ലൈം. പിന്നെ പച്ചമുളക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഞാൻ ചെറുതായിട്ട് ഒരു എരിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ മുമ്പത്തെ എൻ്റെ കുറേ വ്ളോഗ്സിൽ കുറേ പേര് എപ്പോഴും ഞാൻ റെസിപ്പി ഇതിൻ്റെ ഷെയർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. കുറേ പേര് ചോദിക്കുന്നതാണ് കുക്കറിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വലിയ ജീരകം കേട്ടോ ചേർത്തിട്ടുള്ളത്. വലിയ ജീരകവും പച്ചമുളകും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ആ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് 3 സവോള കനം കുറച്ചിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവോളയും ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നാൽ മതി. ആ ഒരു പച്ചമണം മാറണം, കളറൊന്ന് മാറണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് നല്ലൊരു മണമായിരിക്കും. ആദ്യം അത് ചേർക്കണം, എന്നിട്ട് വേണം സവോള ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് സവോള ഒന്ന് വഴണ്ട് വന്നൊന്ന് കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി എടുക്കുക. കനം കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിക്കോട്ടെ. എന്നിട്ട് ഇതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാട്ടോ ചേർക്കുന്നത്. പ്രഷർ കുക്കറിൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പം വലിയ പീസാക്കിയിട്ടുണ്ടായിക്കോട്ടെ ചിക്കന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും ചിക്കന്. ബിരിയാണിയുടെ വലുപ്പമല്ല, എന്നാൽ പറ്റ ചെറുതുമല്ല. ഓക്കെ, എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. ഞാനൊരു 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല, പക്ഷേ അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത ശേഷം നല്ലൊരു മണമായിരിക്കും തുറക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന പാടെ ഓഫ് ചെയ്യണം. അതിൽ കൂടുതൽ കുക്ക് ചെയ്യരുത് കേട്ടോ, ഈ ചിക്കൻ ഉടഞ്ഞു പോവും. പിന്നെ അപ്പം തന്നെ തുറക്കരുത്, ആ പ്രഷറൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ, എന്നിട്ട് വേണം തുറക്കാൻ. അപ്പം തന്നെ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചേന ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് സൈഡ് ഡിഷായിട്ട് ഉപ്പേരി ആയിട്ടുണ്ടാക്കുവാണ് ചേന വറ്റിച്ചിട്ട് പിന്നെ അത് കുറച്ച് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ചിക്കന് കുക്കായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്നും തിളക്കട്ടെ. നമ്മൾ ചിക്കന് പ്രഷർ കുക്ക് ചെയ്ത ശേഷം ഒരു വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷമാണ് ഇപ്പോൾ തുറക്കുന്നത്. തുറന്ന ശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുള്ളൂ. ഉള്ളി ഇപ്പോൾ ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, പക്ഷേ വീണ്ടും തിളയ്ക്കുന്ന സമയത്താണ് അത് ഉടഞ്ഞ് വരിക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മുകളിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കറി ആവുള്ളൂ. ആ മസാലയൊക്കെ നന്നായിട്ട് കുക്കാവണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒന്ന് ചതച്ച് ചേർത്താലും മതി. ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാനത് ഇട്ടു, അങ്ങനെയുള്ളൂ. എന്നിട്ട്
നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ വറവിട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ചെറുതായിട്ട് ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ കുറച്ച് നേരം. എന്നാലേ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ കണ്ടോ നല്ല കളറിൽ വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ സെർവ് ചെയ്യരുത്, കുറച്ച് നേരം അടച്ച് വെക്കുക. എന്നാലേ ആ വറവിട്ടതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് ആ കറിയിൽ മൊത്തം കിട്ടുള്ളൂ. അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ചിക്കൻ കറി സെർവ് ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഇഫ്താർ മീലാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും നമ്മുടെ ക്ലബ് സാൻഡ്വിച്ചും ക്യാരറ്റ് ലൈമും ഫ്രൂട്ട്സും പിന്നെ ചേന വറ്റിച്ചതും ഇതൊക്കെയാണ് ഇഫ്താറിന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നോമ്പ് തുറക്കാൻ നേരം ഞാൻ ഒരു 2 ക്ലബ് സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാസ്കിൽ. എന്നാൽ പിന്നെ ഇനിയിപ്പം അടുക്കളയ്ക്ക് ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് ആ സമയത്ത് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അതും റെഡിയാക്കി വെച്ചു ഫ്ലാസ്കിൽ. ഇപ്പോൾ ലാസ്റ്റ് കായപ്പോൾ പിന്നെ എല്ലാം ഓൾറെഡി റെഡിയാക്കി വെക്കലാണ്, പിന്നെ അടുക്കളയ്ക്ക് കയറലില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.